ഹലോ മക്കളെ, നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയിൽ പിക്ചർ സ്റ്റോറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. എന്താ ഈ പിക്ചർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ? പരീക്ഷയിൽ ഇങ്ങനെ 4 പിക്ചേഴ്സൊക്കെ തരും. എന്നിട്ട് പറയും ഡെവലപ്പ് ദ പിക്ചർ ഗിവൺ ബിലോ ഇൻ ടു എ മീനിങ് സ്റ്റോറി. ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞ പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറയും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു അമ്മൂമ്മയുണ്ട്, ഇവിടെ വണ്ടികളുണ്ട്, അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ 2 കുട്ടികൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കുട്ടി പറയുകയാണ് ലുക്ക് ദ ഗ്രാൻഡ് മാ നീഡ്സ് ടു ക്രോസ് ദ റോഡ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ കുട്ടി മനസ്സിലാക്കി. എന്നിട്ട് ആ കുട്ടി വന്നിട്ട് എന്താണ് ഗ്രാൻഡ്മാൻ്റെ അടുത്ത് വന്നിട്ട് കൈ കൊടുത്തിട്ട് പറയുകയാണ് ഐ ഷാൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടാവും. ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ പറയുകയാണ് താങ്ക് യു ഡിയർ എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് കഥ മനസ്സിലായി എന്താണ്, ഒരു അമ്മൂമ്മ ക്രോസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, ഒരു കുട്ടിയെ മനസ്സിലാക്കുന്നു, ആ കുട്ടിയുടെ ഫ്രണ്ടിനോട് പറയുന്നു അമ്മൂമ്മയ്ക്ക് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അമ്മൂമ്മേനെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു, ഹെൽപ്പ് ചെയ്ത് അമ്മൂമ്മ താങ്ക് യു പറയും. ഇത് നമ്മളൊരു സ്റ്റോറി ആക്കി എഴുതാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റോറിയുടെ ഹെഡിങ് അഥവാ ടൈറ്റിൽ കൊടുക്കുക, ഹെൽപ്ഫുൾ ഗേൾ അല്ലേ, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗേൾ. എന്നിട്ട് നമ്മൾ സ്റ്റോറി പറയാം. വൺ ഡേ ആൻ ഓൾഡ് വുമൺ വാണ്ടഡ് ടു ക്രോസ് ദ ബിസി റോഡ്, മെനി കാർസ് വെർ മൂവിങ് ക്വിക്ക്ലി. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് നമ്മൾ ചേർക്കണം അല്ലേ, അല്ലെങ്കിൽ ഈ പിക്ചറിലുള്ള കാര്യം മാത്രം കൊണ്ട് പറയരുത്, എക്സ്ട്രാ ഡീറ്റെയിൽസ് ചേർക്കുക. ഷീ വാസ് എഫ്രേഡ് ആൻഡ് വെയിറ്റഡ് നിയർ ദ റോഡ്. അപ്പോൾ അങ്ങനെ പേടിച്ചെന്താണ് റോഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. 2 സ്കൂൾ ഗേൾസ് സോ ഹർ. 2 സ്കൂൾ ഗേൾസ് എന്ത് ചെയ്തു, ഈ അമ്മൂമ്മനെ കണ്ടു. 1 ഗേൾ സെഡ്, അതിലൊരു കുട്ടി പറഞ്ഞു ലുക്ക് ദ ഗ്രാൻഡ് മാ നീഡ്സ് ഹെൽപ്പ്, അമ്മൂമ്മയ്ക്ക് ഹെൽപ്പ് വേണം. ദ അതർ ഗേൾ വെൻ ടു ദി ഓൾഡ് വുമൺ ആൻഡ് സെഡ് ഐ ഷാൽ ഹെൽപ്പ് യു. അപ്പം ഇതിലിപ്പോൾ അത് ക്ലിയർ അല്ല ഏത് ഗേളാണ് പോയെന്നുള്ള കാര്യം, ഈ ഗേളാണോ എന്നുള്ള കാര്യം. അത് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ഈ ഗേൾ പോയി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ ഗേൾ പോയോ പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് ആ കൃത്യം മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. മുഖം കണ്ടിട്ട് ഈ കുട്ടി തന്നെ ഞാൻ തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ല, വിഷയമുള്ള കാര്യമല്ല കേട്ടോ. എന്നിരുന്നു ഐ ഷാൽ ഹെൽപ്പ് യു എന്ന് പോയി പറഞ്ഞു. ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞു. ഷീ ഹെൽപ് ദ വുമൺസ് ഹാൻഡ് ആൻഡ് ഹെൽപ് ഹർ ക്രോസ് ദ റോഡ് സേഫ്ലി. അപ്പോൾ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ദ ഓൾഡ് വുമൺ വാസ് വെരി ഹാപ്പി. ഷീ ഹഗ് ദ ഗേൾ. ഓക്കെ, എക്സ്ട്രാ ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്തോളാം. ആൻഡ് സെഡ് താങ്ക് യു ഡിയർ. താങ്ക് യു ഡിയർ എന്നല്ലേ പറഞ്ഞത്, താങ്ക് യു ഡിയർ എന്ന് പറഞ്ഞു. ദ ഗേൾ സ്മൈൽ ചെയ്തു. ഷീ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ഷീ ഹെൽപ്ഡ് സംവൺ ഇൻ നീഡ്. ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയാം, വേണമെങ്കിൽ വി ഷുഡ് ഓൾവേസ് ഹെൽപ്പ് ഓൾ പീപ്പിൾ ആൻഡ് ദോസ് ഇൻ നീഡ്. അത് വേണമെങ്കിൽ മോറൽ ഓഫ് ദി സ്റ്റോറിയിലൂടെ, ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ടൈറ്റിൽ കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്റ്റോറി സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് പോലെ എഴുതി വെച്ചാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി പരീക്ഷയിൽ ഇതേ സ്റ്റോറി അല്ല വരിക, വേറെ എന്തെങ്കിലും പിക്ചർ കൊടുത്തിട്ടായിരിക്കും വരിക. പക്ഷെ എന്ത് കൊടുത്തിട്ട് വന്നാലും എന്ത് ചെയ്യുക, ടൈറ്റിൽ എഴുതുക. അതിലുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി എഴുതണം. അതിനോടൊപ്പം എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്യുക അല്ലേ. റോഡ് ഭയങ്കര ബിസി ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നുള്ള അതൊന്നും പിക്ചറിൽ കൊടുത്തിട്ടില്ല. പക്ഷെ അത് നമ്മൾ ഇമാജിൻ ചെയ്യാം. അത് കുറച്ച് ഡീറ്റെയിൽസ് ചേർത്താൽ പരീക്ഷയിൽ ഈ ഒരു ചോദ്യം വരുമ്പോൾ ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? പിക്ചർ സ്റ്റോറി വന്നാൽ എല്ലാവരും നന്നായിട്ട് എഴുതണം, കൃത്യമായിട്ട് എഴുതി ഫുൾ മാർക്ക് വാങ്ങിച്ചു വരണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കേട്ടോ.